ഗർഭാശയ ക്യാൻസർ ബോധവൽക്കരണം ജീവസംരക്ഷണം ക്യാമ്പയിൻ ഏപ്രിൽ 26-ന് ഏറ്റുമാനൂർ ടൗൺ NSS കരയോഗം ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിങ്ങളുടെ ശരീരം നിങ്ങളുടേതാണ്, അത് സംരക്ഷിക്കേണ്ട ചുമതലയും നിങ്ങൾക്കുണ്ട് എന്ന അവബോധം സൃഷ്ടിക്കുകയാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം. വൈറസിനാൽ പ്രചരിക്കുന്നതും പ്രതിരോധിക്കാൻ പറ്റുന്നതുമായ ഒരു അർബുദമാണ് ഗർഭാശയ മുഖാർബുദം. സമൂഹത്തിലെ അനീതികൾക്ക് വിധേയമാകുന്നവരിൽ വ്യാപകമായി കാണപ്പെടുന്നതാണ് ഗർഭാശയ മുഖാർബുദം. 26-ന് രാവിലെ 10-ന് ഡോക്ടർ A. വിജയലക്ഷ്മി ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് വിവിധ സെക്ഷനുകളിൽ ഡോക്ടർ ഭദ്ര സജീവ് നായർ, ഡോക്ടർ മൈഥിലി സുരേഷ്, ഡോക്ടർ AS അജീഷ്, ഡോക്ടർ സിറിയക്ക് പുത്തിരിക്കൽ, ജോയി എന്നിവർ ക്ലാസ് എടുക്കും. ഈ വരുന്ന ശനിയാഴ്ചയാണ് പ്രോഗ്രാം തീരുമാനിച്ചിരിക്കുന്നത്. ഏറ്റുമാനൂർ NSS ഹാളിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം തീരുമാനിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ പ്രോഗ്രാം തീരുമാനിക്കാൻ കാരണമെന്ന് വെച്ചാൽ, നമ്മുടെ സമൂഹത്തിലെ സെർവൈക്കൽ ക്യാൻസർ അല്ലെങ്കിൽ ഗർഭാശയമുഖ ക്യാൻസർ എന്ന് പറയുന്നതിനെ കുറിച്ചുള്ള അജ്ഞത തന്നെയാണ്. ഇന്ത്യയിലെ രണ്ടാമത്തെ കോമൺ ആയിട്ടുള്ള ക്യാൻസറും ലോകത്തെ 4ാമത്തെ കോമൺ ആയിട്ടുള്ള ക്യാൻസറുമാണ് ഗർഭാശയമുഖ ക്യാൻസർ. എന്നാൽ ഏകദേശം 50% നമ്മുടെ സമൂഹത്തിൽ ഉള്ളവർ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഇതിനെക്കുറിച്ച് അജ്ഞത വളരെ കൂടുതലാണ്. അതായത് കേട്ടിട്ടുള്ളവർ പോലും ഇത് മറ്റ് എന്തെങ്കിലും ക്യാൻസർ ആകാം, കഴുത്തിലോ മറ്റോ വരുന്ന എന്തോ ഒരു ക്യാൻസർ ആയിരിക്കാം എന്നുള്ള നിലയിലാണ് ഇതിനെ അറിയപ്പെടുന്നത്. പ്രശസ്ത മുടിയേറ്റ് കലാകാരൻ കീഴിലം ഉണ്ണികൃഷ്ണൻ മാരാർ ലോഗോ പ്രകാശനം നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ ഭദ്ര സജീവ് നായർ, ഡോക്ടർ മൈഥിലി സുരേഷ് എന്നിവർ പങ്കെടുത്തു. ഗർഭാശയമുഖ ക്യാൻസറിൻ്റെ പ്രചാരണത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു വൈറസ് ഹ്യൂമൻ പാപ്പിലോമ വൈറസാൽ സ്പ്രെഡ് ആകപ്പെടുന്ന ഒരു ക്യാൻസർ തന്നെയാണ് സെർവൈക്കൽ ക്യാൻസർ അഥവാ ഗർഭാശയമുഖ ക്യാൻസർ. അതുതന്നെയാണ് മാഡം ഇവിടെ പറഞ്ഞത്. 99% കുട്ടികളിലും ഇപ്പോൾ കാണപ്പെടുന്ന ഒരു ക്യാൻസറാണ് സെർവൈക്കൽ ക്യാൻസർ. സമൂഹത്തിലെ അനീതികളാലും പിന്നെ സ്ത്രീകൾക്കെതിരെയുള്ള ഇൻജസ്റ്റിസസുകൾ കാരണവും ഈ വൈറസ് കാരണം ഒരു കൺട്രോൾ ഇല്ലാതെ സ്പ്രെഡ് ആകുന്ന ഒരു ക്യാൻസറും കൂടെയാണിത്. i4 ന്യൂസ്, ഏറ്റുമാനൂർ.